അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ചരിത്ര ശേഷിപ്പുകൾ മാഞ്ഞു പോകുന്നില്ല. പിൽക്കാലക്കാർക്ക് ഗുണപാഠമാകാൻ വേണ്ടി അള്ളാഹു പല ചരിത്ര സ്മാരകങ്ങളും ശേഷിപ്പുകളും നിലനിർത്തിയിട്ടുണ്ട്. ഫിർഔനിന്റെ ജഡം, ആദ് സമൂഹത്തിന്റെയും സമൂദ് കൂട്ടരുടെയും വാസസ്ഥലങ്ങൾ, ഇതുപോലെ അള്ളാഹു ലോകത്ത് പല ആസാറുകളും നിലനിർത്തിയിട്ടുണ്ട്. അത്തരം ഒരു ആസാറാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ ജലപ്രളയത്തിന്റെ അടയാളങ്ങൾ, ശേഷിപ്പുകൾ. എത്രത്തോളം എന്നാൽ നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ട ജൂതി എന്ന പർവ്വതത്തിന്റെ രൂപവും കപ്പലിന്റെ ചിത്രത്തോട് സാദൃശ്യപ്പെടുന്ന അടയാളങ്ങളും ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അന്തരാളങ്ങളിൽ അവശേഷിക്കുന്നത് പോലെ ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ മറ്റൊരു അത്ഭുത കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, അതിന്റെ ശേഷിപ്പുകളും നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ ജലപ്രളയത്തെ സംബന്ധിച്ച് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷക്കായി പണിയാൻ വേണ്ടി പറഞ്ഞ ആ കപ്പലിനെ സംബന്ധിച്ചും പഠനങ്ങളും അതിനെപ്പറ്റിയുള്ള റിസർച്ചുകളും ഇന്ന് നടക്കുന്നുണ്ട്. 950 വർഷക്കാലത്തോളം പ്രബോധനം ചെയ്ത പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ നൂഹ് നബിയെ കൊണ്ട് അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. ഒടുവിൽ ധിക്കാരികളായ ആ സമൂഹത്തെ റബ്ബിന്റെ ശിക്ഷ പിടികൂടുകയുണ്ടായി. ഒരു ജലപ്രളയമായിരുന്നു ആ ഒരു ശിക്ഷ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, അനിസ്നഇൽ ഫുൽക ബിഅയുനിന, നമ്മുടെ നോട്ടത്തിലായി താങ്കൾ ഒരു കപ്പൽ പണിയുക. ആ കപ്പലിൽ വിശ്വാസികളും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും രക്ഷപ്പെട്ടു. എന്നാൽ ധിക്കാരികളായ സമൂഹത്തെ അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്തു. ആ കപ്പൽ നങ്കൂരമിട്ടത് ജൂതി എന്ന പർവ്വതത്തിലാണ്. ജൂതി എന്ന പർവ്വതത്തിൽ അത് നങ്കൂരമിട്ടു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമാക്കുന്നു. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ആ പ്രദേശം ഇന്നത്തെ തുർക്കിയുടെ ഭാഗത്താണ്. ടൈറ്റാനിക് കപ്പലിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടേറുന്ന ഈ സമയത്ത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ കപ്പലിനെ പറ്റി നാം വിസ്മരിക്കരുത്. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു